ഇപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച തിയറം 4.1. അപ്പോൾ അതിൻ്റെ കൊറോളറിയാണ്. കൊറോളറി എന്ന് ഉദ്ദേശിക്കുന്നത് ആ തിയറത്തിൽ നിന്നും നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടാൻ പോകുന്ന റിസൾട്ട്, അതാണ് കൊറോളറി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കൊറോളറി എന്താണ്? ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് എ എന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയാം. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ അർത്ഥം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ എലമെൻറ്റിനെ എത്ര കുറഞ്ഞ സമയത്ത് ഓപ്പറേറ്റ് ചെയ്താൽ ഐഡൻറ്റിറ്റി കിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓർഡർ ഓഫ് സൈക്ലിക് എ എന്ന് പറഞ്ഞ അർത്ഥം സൈക്ലിക് എ എന്ന് പറയുന്നത് ഗ്രൂപ്പാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ സൈക്ലിക് ഗ്രൂപ്പിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സൈക്ലിക് എ എന്ന് പറഞ്ഞ അർത്ഥം സൈക്ലിക് ഗ്രൂപ്പ് എന്നാണ്. ആ ഗ്രൂപ്പിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഓർഡറാണ്. ഒന്ന് എലമെൻറ്റിൻ്റെ ഓർഡർ, മറ്റേത് ഗ്രൂപ്പിൻ്റെ ഓർഡർ. അതായത് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും മീനിങ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, എലമെൻറ്റിൻ്റെ ഓർഡർ എത്രയാണോ അത് തന്നെയായിരിക്കും അതുപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു Z4ൽ 1ൻ്റെ ഓർഡർ എത്രയാണ്? 4 ആണ്. കാര്യം 1നെ 4 ടൈംസ് ഓപ്പറേറ്റ് ചെയ്താലാണ് നമുക്ക് ഐഡൻറ്റിറ്റി കിട്ടുന്നത്. ഇനി 1 ഉപയോഗിച്ച് വരുന്ന സൈക്ലിക് ഗ്രൂപ്പ് നമ്മൾ കണ്ടെത്തി. സൈക്ലിക് 1ൽ എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് കിട്ടി? 1, 2, 3, അടുത്തത് വീണ്ടും 0ലെത്തും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 4 എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ആരൊക്കെയാണ്? 0, 1, 2, 3. അതായത് 1 ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്. 1ൻ്റെ ഓർഡറും എത്രയായിരുന്നു? 4 തന്നെയായിരുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ അത് എക്സാമ്പിൾ ക്ലിയർ ആണ്, പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം. പ്രൂവ് ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നതും ആ എലമെൻറ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ നോക്കാം. ആദ്യം ഇത്ര എഴുതാണ്. ഫോർ എനി ഗ്രൂപ്പ് എലമെൻറ്റ് എ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് ഇസ് ഈക്വൽ ടു സൈക്ലിക് എ. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, ചെയ്യാനായിട്ട് എത്രയേ ഉള്ളൂ. ഞാൻ നേരത്തെ തിയറം തൊട്ട് മുമ്പത്തെ തിയറം എന്താ പറഞ്ഞിരുന്നത്? സൈക്ലിക് എയിലെ എല്ലാ എലമെൻറ്റ്സിനെയും നമ്മൾ എടുത്തെഴുതി. അതാണ് 4.1ൽ പറഞ്ഞിരിക്കുന്നത്. സൈക്ലിക് എയിലെ നോക്കി 4.1ൽ ഫസ്റ്റ് പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ നമ്മൾ സെക്കൻഡ് പാർട്ടിൽ സൈക്ലിക് എയിലെ എല്ലാ എലമെൻറ്റ്സിനെയും എടുത്തെഴുതിയായിരുന്നു. ആ കാര്യമാണ് ഇവിടെ എടുത്തെഴുതുന്നത്. ബൈ തിയറം സൈക്ലിക് എ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സെട്ര എറൈസ് ടു n. ആ എറൈസ് ടു n ആണ് ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയതെന്ന് കിട്ടി. ഇപ്പോൾ വളരെ വ്യക്തമാണ്, ആ സൈക്ലിക് എയ്ക്കകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓർഡർ ഓഫ് സൈക്ലിക് എ എന്ന് പറയുന്നത് എത്രയാണ്? n ആണ്. അതായത് സൈക്ലിക് എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അതാണ് ഓർഡർ ഓഫ് സൈക്ലിക്. എത്രയാണ്? n ആണ്. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈക്വൽ ടു ഓർഡർ ഓഫ് എ എന്നായി. അത് ആർക്ക് ഈക്വലായി? ഓർഡർ ഓഫ് എയുടെയൊക്കെ ഈക്വലായിട്ട് മാറി. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എനി ഗ്രൂപ്പ് എലമെൻറ്റ് എ ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു സൈക്ലിക് എ. അപ്പോൾ അത് ഒന്നുകൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇവിടെ വിട്ടുപോയി. ഫോർ എനി ഗ്രൂപ്പ് എലമെൻറ്റ് ഓർഡർ ഓഫ് എ ഇസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് എ എന്ന് വരണം. അതായത് ആ വെർട്ടിക്കൽ ലൈനകത്താണ് സൈക്ലിക് എ എന്ന് വരേണ്ടത്. അത് എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ആദ്യം എടുക്കുക. ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എ എത്ര പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് രണ്ടും എന്തായിട്ട് മാറി? ഈക്വലായിട്ട് മാറി. അതാണ് കൊറോളറിയോട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൊറോളറി 2. Let G be a group and let A be an element of order n in G. If A raised to k is equal to E, then n divides k. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോൾ സെക്കൻഡ് കോളമുള്ള പ്രത്യേകം എന്താ? ജി ഗ്രൂപ്പാണ്, അതിനകത്ത് ഉള്ള എലമെൻ്റാണ് എ. ആ എയുടെ ഓർഡർ n ആണ്. ഇത്രയാണ് അറിയാവുന്നത്. അപ്പോൾ ജി ഗ്രൂപ്പിലെ എലമെൻറ്റിൻ്റെ ഓർഡർ n ആണെന്നറിയാം. If A raised to k is equal to E, then n divides k. ഇതാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ജിക്കകത്തുള്ള ഒരു എലമെൻ്റാണ് എ. ആ എലമെൻറ്റിൻ്റെ ഓർഡർ n ആണ്. ഇനി
എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു ഇ ആണെങ്കിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എയുടെ മറ്റൊരു പവർ എടുക്കുമ്പോൾ ഇ കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ കിട്ടിയെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ എന്നും കെയുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം എന്തായിരിക്കും? എൻ ഡിവൈഡ്സ് കെ ആയിരിക്കും. അതായത് എളുപ്പത്തിൽ ഞാൻ പറയാം. ഇപ്പോൾ Z4ൽ ഞാൻ ഒരു എലമെൻ്റ് എടുത്തു, 1 എടുത്തു. 1ൻ്റെ ഓർഡർ 4 ആണെന്ന് അറിയാം. ഇനി 1⁴ ഐഡൻറ്റിറ്റി ആയിട്ട് മാറി, 1�8 ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. ഇതെല്ലാം തന്നെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. പക്ഷേ അതിൽ സ്മോളസ്റ്റ് വരുന്നത് ആരാണ്? 4 ആണ്. അല്ലെങ്കിൽ 1⁴ ഐഡൻറ്റിറ്റി ആവും, 1�8 ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. പക്ഷേ പ്രത്യേകത എന്താ? 4 8 നമ്മൾ ബന്ധം എന്താ? 4 ഡിവൈഡ്സ് 8 ആണ്. ആ ഒരു പ്രത്യേകതയാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എയുടെ ഓർഡർ എന്നാണ്. ഇനി വേറെ ഏതെങ്കിലും പവർ എടുക്കുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ഡിവൈഡ്സ് ദ അതർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എടുത്തെഴുതി. എന്താ? വി ആർ ഗിവൺ ദാറ്റ് ഓർഡർ ഓഫ് ദ എലമെൻറ്റ് എ ഈസ് ഈക്വൽ ടു എൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് എഴുതിക്കുന്നത്. ഗിവൺ ദാറ്റ് ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ. അതാദ്യം എടുത്തെഴുതി. ഇനി നമ്മുടെ അസംഷൻ എന്താ? എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു ഇ എന്നുള്ളത് തന്നിട്ടുണ്ട്. അതാണ് ഇഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും എയുടെ പവർ 0 വന്നാൽ ഐഡൻറ്റിറ്റി ആവും. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് ഞാൻ എ റൈസ് ടു 0 എന്ന് കൊടുത്തു. അപ്പോൾ എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ റൈസ് ടു 0 എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ തിയറം നോക്കുക. മുമ്പത്തെ തിയറത്തിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പാർട്ട് 2 നോക്കി. ഓർഡർ ഓഫ് എ ഈക്വൽ ടു എൻ, അതായത് എയുടെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ എ റൈസ് ടു ഐ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ജെ ആണെങ്കിൽ തീർച്ചയായിട്ടും എൻ ഡിവൈഡ്സ് ഐ മൈനസ് ജെ ആയിരിക്കും. ആ റിസൾട്ട് ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എനിക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ റൈസ് ടു 0 എന്ന് കിട്ടി. അതായത് ഏത് ഫോമിലാണ്? ഇപ്പോൾ എ റൈസ് ടു ഐ ഈസ് ഈക്വൽ ടു എ റൈസ് ടു ജെ ഫോമിലാണ്. ഇവിടെ ഐയുടെ സ്ഥാനത്ത് കെയും ജെയുടെ സ്ഥാനത്ത് 0 ആണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ റിസൾട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ആ റിസൾട്ട് അനുസരിച്ച് എന്ത് പറയാം? എൻ ഡിവൈഡ്സ് ഐ മൈനസ് ജെ. And what is I minus j here? I minus j is k minus 0 and k minus 0 equal to k. അപ്പോൾ n divides k എന്ന് കിട്ടി. ഒറ്റ സ്റ്റെപ്പിൽ നമ്മുടെ പ്രൂഫിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ കൊറോളറി എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഡയറക്റ്റായിട്ട് കിട്ടുന്ന റിസൾട്ടാണ്. ഈ രണ്ട് കൊറോളറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ കൊറോളറി പ്രത്യേകത എന്താ? ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നതും ആ എലമെൻറ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറും രണ്ടും എന്താണ്? സെയിം ആണ്. അതായത് ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് സൈക്ലിക് എ. രണ്ടാമത്തെ കൊറോളറി പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് എടുക്കുന്നു, ഗ്രൂപ്പിനകത്തുള്ള ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എന്നാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇനി എയുടെ മറ്റൊരു പവർ എടുത്താൽ ഐഡൻറ്റിറ്റി കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും ഈ എന്നും കെയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എൻ ഡിവൈഡ്സ് കെ ആയിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു? എയുടെ ഓർഡർ എന്നാണെന്ന് എടുത്തു. അപ്പോൾ ഓർഡർ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ എന്ന് കിട്ടി. അടുത്തത് തന്നിരിക്കുന്ന കണ്ടീഷൻ എ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു ഇയിൽ നിന്നും അവസാനം നമ്മൾ എവിടേക്ക് എത്തിച്ചേർന്നു? എൻ ഡിവൈഡ്സ് കെ എന്നെടുത്തു. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തിയറം 4.1 ആണ്. അതായത് 4.1 അപ്ലൈ ചെയ്തിട്ടാണ് ഈ രണ്ട് റിസൾട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും നമ്മൾ കൊറോളറി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ തിയറം 4.2 കാണാം.